ക്രിസ്തു കാണിച്ചു തന്ന കുരിശിൻ്റെ വഴിയെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് ആ കുരിശ് നമുക്ക് പ്രദാനം ചെയ്ത കരുത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ യൂത്ത് ഐക്കൺ അഞ്ജനയാണ്. അഞ്ജനയുടെ ജീവിതത്തിൽ കുരിശിനെ ചേർത്ത് പിടിച്ചപ്പോൾ, ഈശോയുടെ കുരിശിൻ്റെ തണലിൽ ആശ്രയിച്ചപ്പോൾ ഉണ്ടായ ദൈവാനുഗ്രഹം അഞ്ജന പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. അഞ്ജനയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് അഞ്ജന. ഞാൻ അന്നമനയുടെ ഡവകയിൽ നിന്ന് വരുന്നു. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഭവം ഞാൻ അനുഭവിച്ചത് എൻ്റെ പഠന മേഖലയിലാണ്. സ്വാഭാവികമായും ഞാൻ പഠനത്തിൽ പിന്നിലാണ്, വളരെ പിന്നിലാണ്. അതിൻ്റെ ഇടയിൽ മാത്സ് എന്നൊരു സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എല്ലാ എക്സാമിലും, എല്ലാ മോഡൽ എക്സാമിലും, എല്ലാ ക്ലാസ് ടെസ്റ്റുകൾക്കും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പഠിക്കാനായിട്ട് വേറൊരു നിവൃത്തിയില്ല. ഇനി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഏക ഒരു വഴി ഉണ്ടായിരുന്നത്. ഈശോയുടെ കൂടെ ആയിരിക്കുക, ഈശോയുടെ കൂടെ പ്രാർത്ഥിക്കുക, നമ്മുടെ ബുദ്ധിമുട്ട് ഈശോയെ നമ്മൾ അറിയിക്കുക. ഈശോയുടെ അടുത്ത് നല്ല വിശ്വാസത്തോടെ, നമുക്ക് എന്തോരം വിശ്വാസം ഉണ്ടാവും അത്രയും വിശ്വാസത്തോടെ നമ്മൾ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കുക. അതേപോലെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ +2 എക്സാമിൽ ഒരു B ഗ്രേഡൊക്കെ എനിക്ക് മാത്സിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ അത്ഭുതമാണ്. എനിക്ക് ഒരിക്കലും അസാധ്യമായിട്ടൊരു കാര്യമാണ് B ഗ്രേഡൊക്കെ മാത്സിൽ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നന്നായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ പ്രാർത്ഥന ഈശോ കേട്ടു, അങ്ങനെ അനുഗ്രഹിച്ചു. അത് വലിയൊരു അനുഭവമാണ്. പിന്നെ ഞാൻ ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത് പോലും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. എനിക്കുണ്ടായ അനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടാവും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ സ്നേഹവും സാന്നിധ്യവും ഒക്കെ അനുഭവിക്കാൻ പറ്റും. നന്ദി. Christ in Youth. അഞ്ജന പങ്കുവച്ച ദൈവാനുഗ്രഹം, ദൈവാനുഭവം നമ്മൾ കേട്ടു. താൻ ഒരിക്കലും വിജയിക്കില്ല എന്ന് കരുതിയ പരീക്ഷയിൽ പോലും ദൈവത്തിൽ അടിയുറച്ച് നിന്നതിൻ്റെ ഫലമായി ഉന്നതമായ വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നാണ് അഞ്ജന പങ്കുവച്ചത്. ഇത് യുവജനങ്ങൾക്ക് വലിയ ഒരു പ്രചോദനമാണ്. നമുക്ക് കരം ചേർത്ത് ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തെ സ്തുതിക്കാം. അഞ്ജനയ്ക്കുണ്ടായ ദൈവാനുഗ്രഹം പോലെ നമ്മളുടെ പരിചയത്തിലും ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ ബുദ്ധിമുട്ടുകളിലും വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ. നല്ല ദൈവമേ, വിശ്വാസ രാഹിത്യത്തിലൂടെ കടന്നു പോകുന്ന യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന യുവതലമുറ, ഈശോയിൽ നിന്ന് അകന്നു പോകുന്ന യുവതലമുറയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കുരിശിൽ അഭയം പ്രാപിക്കുവാനും അങ്ങനെയുള്ള വിശ്വാസത്തിൽ വളരുവാനും എല്ലാ യുവജനങ്ങളെയും, ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് എല്ലാ പ്രതിസന്ധികളിലൂടെയും തഴക്കദോഷങ്ങളിലൂടെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയൊക്കെ അടിമത്തത്തിൽ കഴിയുന്ന യുവജനങ്ങൾ, ഈശോയെ, അങ്ങനെയൊക്കെയുള്ള വിശ്വാസത്തിൽ കടന്നു വരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ശബ്ദമായി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ. Christ in Youth. ദൈവസ്നേഹമുള്ള ഹൃദയത്തിൽ നിന്നാണ് നന്മ പുറപ്പെടുക. നന്മയുള്ള ഹൃദയത്തിൽ നിന്നാണ് നല്ല വാക്കുകൾ പുറപ്പെടുക. നല്ല വാക്കുകളിൽ നിന്നാണ് നല്ല പ്രവൃത്തികൾ രൂപപ്പെടുക. ഈ നോമ്പിൻ്റെ ചൈതന്യത്തിൽ എങ്ങനെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ നന്മയിൽ ജീവിക്കാം, നന്മ പ്രവർത്തിക്കാം എന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോവുക. ഇന്നത്തെ നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോവുക പ്രിയ ബഹുമാനപ്പെട്ട ഇരിഞ്ഞാലക്കുട രൂപതയുടെ CLC ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട ഫാദർ ജോഷി കല്ലേലിയാണ്. കല്ലേലി അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.
പ്രൈസ് ദി ലോർഡ്. സുഖമായിരിക്കണു അല്ലേ? ഇരിക്കുക. നോമ്പ് കാല കൂട്ടായ്മയാണ്. എന്തൊക്കെയാണ് നോമ്പ് എടുക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് വർജിക്കുന്നത്? മത്സ്യമാംസാദികൾ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ത്യജിക്കുക, അത് നല്ലൊരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അല്ല, ആരെങ്കിലും ഇപ്പോൾ പൈസ തരാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് എന്തെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കുക, അല്ലെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോമ്പിന്റെ സമയത്ത് നമ്മൾ ചെയ്യാറുണ്ട്. ഇനി മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മറ്റെന്തൊക്കെയാണ് വർദ്ധിക്കാനുള്ളത് നോമ്പില്? സാമൂഹ്യ മാധ്യമങ്ങൾ മാറ്റി വയ്ക്കാറുണ്ടോ? മൊബൈലിന്റെ ഉപയോഗം, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ മാറ്റി വയ്ക്കാറുണ്ടോ? കുറേയൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു പക്ഷേ മത്സ്യം, അതുപോലെ തന്നെ മാംസം, അല്ലെങ്കിൽ നമ്മൾ പതിവ് പോലെ മാറ്റിവെക്കുന്ന അതൊന്ന് അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് ഒരുപാട് യുവതിവാക്കളെ സ്വാധീനിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ്. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകള് ഇത്തരത്തിൽ നല്ല കാറ്റഗിസം ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പോയിരുന്നതായിരുന്നു. പക്ഷെ പുറത്ത് പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ മൊബൈലിലൂടെയൊക്കെ തന്നെ ഒരു തിന്മയിലേക്ക് ഒരാളായിട്ട് പരിചയപ്പെടാനും അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടു. അങ്ങനെ അവൾ ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന രീതിയിൽ മറ്റൊരു മതസ്ഥനായ ഒരു വ്യക്തിയുടെ കൂടെ പോകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി. അത്തരം സാഹചര്യത്തിൽ ആ പിതാവ് വളരെയധികം വേദനയോടുകൂടെ ഹൃദയം നൊന്ത് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥന യാചിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. മൊബൈലിലൂടെ പരിചയപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ, വിശ്വാസം തന്നെ ഉപേക്ഷിച്ച് പോകുന്ന നിരവധി കഥകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള നിരവധി ആളുകൾ, ചില കുട്ടികൾ. അപ്പോൾ അവർ പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്ക്, സൂയിസൈഡിനൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്ന ആളുകൾ. അതൊക്കെ ഈ കൊറോണയ്ക്ക് ശേഷമൊക്കെയാണ് ഇത്തരം കൂടുതൽ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നൊരു വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിലെ നിന്ന് എങ്ങനെ രക്ഷ നേടാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് രക്ഷ നേടാം. കാരണം മൊബൈൽ ഫോണിൻ്റെ ഒരു സ്ക്രീൻ ടൈമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാം എന്നൊരു ചിന്ത ഇന്ന് നമുക്കറിയാം. ഈശോ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണ്? പ്രാർത്ഥന കൂടാതെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായൊരു ഡിസിപ്ലിനും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് സാധിക്കുള്ളൂ.